ചിലപ്പോൾ നമുക്ക് സ്വർഗത്തിലെത്തിക്കുന്ന ഏറ്റവും വലിയ അമലേതാണെന്നറിയാമോ? നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങളായിരിക്കില്ല, നമ്മൾ കേട്ട വാലുകളായിരിക്കില്ല, നമ്മൾ അല്ലാഹുവിന്റെ ദീനിനെ ഓടി നടന്നതായിരിക്കില്ല, നമ്മൾ നോറ്റ നോമ്പായിരിക്കില്ല, നമ്മൾ ചൊല്ലിയ ദിക്റുകളായിരിക്കില്ല, ഞങ്ങൾ ചൊല്ലിയ തസ്ബീഹുകളായിരിക്കില്ല. സ്വർഗത്തിൽ നമ്മെ എത്തിക്കാൻ ഏറ്റവും നിരീക്ഷിക്കാൻ പറ്റിയ, പ്രതീക്ഷിക്കാൻ പറ്റിയ അമൽ ഏതായിരിക്കുമെന്നറിയോ? നമ്മുടെ കൂടെ കഴിയുന്ന, നമ്മുടെ കൂടെ പിറപ്പുകളായി നമ്മുടെ കൂടെ കഴിയുന്ന സ്ത്രീകളുണ്ടല്ലോ, ഭാര്യമാരുണ്ടല്ലോ, അവരെ മനസ്സ് വേദനിപ്പിക്കാതെ സന്തോഷിപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? അതായിരിക്കും നമുക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലെത്താൻ പ്രതീക്ഷിക്കാൻ പറ്റിയ അമല്. അങ്ങനെയല്ലേ നമ്മുടെ മുൻഗാമികൾ കണ്ടത്? അറിയില്ലേ നിങ്ങൾ? ബഹുമാനപ്പെട്ട അബൂ ഉസ്മാൻ അൻ-നൈസാബൂരി റളിയല്ലാഹു അൻഹു, ആ മഹാനവറുകളുടെ അരികിൽ വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, മാ അർജാ അമലിക ഇൻദക, ഓ അബൂ ഉസ്മാൻ അൻ-നൈസാബൂരി തങ്ങളെ, നിങ്ങളുടെ അരികിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള അമൽ ഏതാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? ഏറ്റവും പ്രതീക്ഷയുള്ള അമൽ ഏതാണെന്ന് പറഞ്ഞു തരുമോ? അബൂ ഉസ്മാൻ അൻ-നൈസാബൂരി തങ്ങള് പറയാൻ നിസ്കാരമുണ്ട്, നോറ്റ നോമ്പുകളുണ്ട്, ഓതിയ ഖുർആനിന്റെ നൂറുകണക്കിന് ഖത്മകളുടെ എണ്ണമുണ്ട്, പക്ഷേ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞില്ല. പുരുഷന്മാരെ ശരിക്കും കേൾക്കണേ, ഓതിയ ഖുർആനിനെ കുറിച്ച് പറഞ്ഞില്ല, ചൊല്ലിയ ദിക്റുകളെ കുറിച്ച് പറഞ്ഞില്ല. അബൂ ഉസ്മാൻ അൻ-നൈസാബൂരി തങ്ങള് മഹാനവറുകൾ പറയുകയാണ്, ഞാനതാ ചെറുപ്പക്കാരനായിരിക്കുന്ന സമയത്ത് എന്റെ വീട്ടുകാരെന്നോട് കല്യാണം കഴിക്കാൻ പറയുകയാണ്. പക്ഷേ ഞാനതാ കൂട്ടാക്കിയില്ല. ഇപ്പൊ വേണ്ട എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു നടന്നിരുന്നു. പിന്നീടതാ ഒരു യുവതി എന്റെ അരികിലേക്ക് വന്നു. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. എന്റെ പിതാവ് പാവപ്പെട്ട ബാപ്പയാണ്. ആ ബാപ്പക്ക് എന്നെ കെട്ടിച്ചയക്കാൻ കഴിയുന്നില്ല. എന്റെ ബാപ്പാന്റെ അരികിൽ സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ആ പെണ്ണിന്റെ പാപം കണ്ട് ഞാൻ അവളെ കെട്ടിപ്പോയി. ഞാൻ അവളെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം അവൾ എന്റെ അരികിലേക്ക് വരുമ്പോഴാണ്, അവളാണെങ്കിലോ കാണാൻ ഭംഗിയില്ലാത്ത, മുഖം കറുത്തുപോയ, കണ്ണ് കാണാത്ത, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഭാര്യയാ. ഇതുപോലെ ഇല്ലേ ചില പുരുഷന്മാരുടെ ഭാര്യമാര്? കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ഭാര്യമാരുള്ള ഭർത്താക്കന്മാർ എന്റെ സദസ്സിലുണ്ടോ? ചിലർ പറയും, ഉസ്താദേ എന്റെ ഭാര്യക്ക് ദുആ ചെയ്യണം, അവൾക്ക് കണ്ണിന്റെ കാഴ്ചയില്ല. അബൂ ഉസ്മാൻ അൻ-നൈസാബൂരി തങ്ങൾ പറയുകയാ, എന്റെ ഭാര്യക്ക് കണ്ണ് കാണൂല, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ഭാര്യയാ. പക്ഷേ ആ ഭാര്യയെ വിട്ട് ഞാൻ കൂടുതലൊന്നും പുറത്തു പോകൂല. അബൂ ഉസ്മാൻ അൻ-നൈസാബൂരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, എന്റെ ഭാര്യയെ വിട്ട് കൂടുതലൊന്നും ഞാൻ പുറത്തു പോകൂല. കാരണം എന്താണ്? ഞാൻ അവളെ വീട്ടിൽ ഒറ്റക്കാക്കിയിട്ട് ഞാൻ പുറത്തു പോയാൽ അവളെ മനസ്സ് വേദനിക്കും. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനല്ലാതെ പുറത്തു പോകാറില്ല. സന്തോഷിക്കാൻ ഞാൻ പുറത്തു പോകാറില്ല. ആഘോഷിക്കാൻ, തുള്ളിക്കളിക്കാൻ ഞാൻ പുറത്തു പോകാറില്ല. ഞാൻ എന്റെ ഭാര്യയുടെ കൂടെയാണ് ഇരുന്നിട്ട് എന്റെ സമയം ചെലവഴിക്കുന്നത്. എന്തേ? കാരണം അവൾക്ക് കണ്ണിന്റെ കാഴ്ചയില്ലല്ലോ. അപ്പൊ ഞാൻ അവളെ കൂടെ അടുത്തിരുന്ന് ഞാൻ അവളെ സമാധാനിപ്പിക്കുകയാണ്, സന്തോഷിപ്പിക്കുകയാണ്. അബൂ ഉസ്മാൻ അൻ-നൈസാബൂരി തങ്ങൾ പറയുകയാണ്, ഇതാണ് എന്റെ അരികിൽ പ്രതീക്ഷിക്കാൻ പറ്റിയ ഏറ്റവും വലിയ അമല് കേട്ടോ.